നമ്മൾ ആദരവോടുകൂടി ഇതാ ഉമ്മച്ചേച്ചിയെ വിളിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് സരസ്വതി അന്തർജനത്തിന് ആദരം വാങ്ങാനായി ക്ഷണിക്കുന്നു. നമ്മുടെ നന്ദൂസിൻ്റെ പേരമ്മയുടെ വീട് പാലുകാച്ചിൻ്റെ തലേ ദിവസമുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്ന്. പിന്നെ പാലുകാച്ചിൻ്റെ അന്ന് ഞാൻ പോയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കിട്ടിയ കുറച്ച് പാല് കാച്ചുന്ന ആ സമയത്തെ വീഡിയോയും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മളെ സഹിച്ച കുഞ്ഞിന്റെ പേര് അറിയത്തില്ല, ആദിക്കുട്ടിക്ക് ഒന്നും പറയില്ലേ? ആദിക്കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. എല്ലാവരും ഒരു കൈയ്യടി. പിള്ളേരെല്ലാം കൂടെ തലേദിവസം വൈകുന്നേരം ആയിരിക്കുമല്ലോ ഭയങ്കര രസം അല്ലേ, എല്ലാവരും കൂടെ ഒത്തുകൂടി. അപ്പം നല്ല രസമായിരുന്നു അവിടെയും കേട്ടോ. ഓരോ പല സ്ഥലത്തുനിന്ന് വന്നവരെല്ലാം കൂടെ ഒന്നിച്ചുകൂടി പിള്ളേരുടെ കുറേ ചുമ്മാ തമാശയ്ക്ക് ഒരു നേരം പോക്കിന് ഓരോരോ പരിപാടികളൊക്കെ അവതരിപ്പിച്ചു. അങ്ങനെ ഞങ്ങളും അതിനകത്തെല്ലാം പങ്കെടുത്തത്. ഇതാണ് വീട്. അമ്മമാരെല്ലാവരും ഒരിടത്തിരുന്ന് കഥ പറയുന്നു. പിന്നെ കുറേ പേര് അവിടെ ഇരുന്ന് അരിയുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും ഒക്കെ ആയിരുന്നു. ഗോബി മഞ്ചൂരിയൻ്റെ കഥ ഞാൻ വഴിയേ പറയാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സ്പെഷ്യൽ കറിയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ, നല്ല അടിപൊളി വീടാണേ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് പഴയ വീട് തന്നെയാണ്. നല്ല തണുപ്പുള്ള തടി കൊണ്ടുള്ള മുറികളൊക്കെയാണ് അതിൻ്റെ ബാക്കിലേക്കുള്ളത്. അതിൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ പുതിയതാക്കിയെടുത്തത്. നല്ല അടിപൊളി സൂപ്പർ വീടാക്കി എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ പാലുകാച്ചിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ്. അവർ ഇത് പണിയുന്ന സമയത്ത് അപ്പുറത്തൊരു കൊച്ചു മുറിയുണ്ട്, അവിടെ ആയിരുന്നു പാചകമൊക്കെ. അപ്പോൾ അവിടെയാണ് നമുക്കിന്ന് വൈകിട്ടത്തേക്ക് വേണ്ടുന്ന കുറേ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നതും പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് ഫ്രൈഡ് റൈസും കറിയൊക്കെ ആക്കുന്ന എല്ലാവരും കൂടെ ഒരു രസമായിരുന്നു കേട്ടോ. അങ്ങനെ അടിച്ചു പൊളിച്ച് ഒരു പാലുകാച്ചൽ തലേ ദിവസം നമ്മുടെ ചിറ്റയും മോനും കൂടെ മോളിൽ പോയി നിന്ന് താഴോട്ടുള്ള വ്യൂ ആസ്വദിക്കുകയാണേ. അപ്പം ഞങ്ങളും പോയി ഇഷ്ടം പോലെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ട്. കാര്യം നല്ല ഇഷ്ടം പോലെ സ്ഥലമുണ്ട് വീടിനകത്ത്. അതുകൊണ്ട് ഇതാണ് ഫ്രൈഡ് റൈസിനും കറിക്കും ഒക്കെ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ക്യാരറ്റ്, സവാള, ബീൻസ്, കോളിഫ്ലവർ അങ്ങനെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ ചെമ്പിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 50 പേർക്കുള്ളതാണെന്ന് തോന്നുന്നു അവർ ഭക്ഷണം തയ്യാറാക്കുന്നത്. വേറെ കാറ്ററിംഗ് ഒന്നും പറഞ്ഞിരിക്കുമല്ലായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ തന്നെയാണ് അത് എല്ലാം വെച്ചത്. ഫ്രൈഡ് റൈസും കറികളും എല്ലാം അരികെയും വെക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നന്ദൂസിൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ വീടാണ് പാലുകാച്ചൽ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പിന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. നല്ല സൂപ്പറായിരുന്നു ഫ്രൈഡ് റൈസ്. ഇതാണ് ജയ ചേച്ചി. ഹലോ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഛർദിക്കാനല്ല, ശ്രദ്ധിക്കാനാണ് പറയുന്നത്. നമ്മുടെ പരിപാടിയെ അനുബന്ധിച്ചുള്ള ഒരു സെലിബ്രിറ്റി ഇവിടെ വന്നിട്ടുണ്ട് ബാലരാമത്തിൽ നിന്ന്. സെലിബ്രിറ്റിയുടെ പേര് സുനിത ഷൈജു. അറിയത്തില്ലെങ്കിലും പറയാം. പ്രേമലൂലെ അതെ, സുനിതയുടെ അനിയത്തി തങ്കമണി ഇത് നടന്നു പോകുന്നു. തങ്കമണി, സുനിത രണ്ട് വാക്ക് പറയാൻ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഇവരെല്ലാം നന്ദൂസിൻ്റെ കസിൻസൊക്കെയാണ് കേട്ടോ. നന്ദൂസിൻ്റെ അച്ഛമ്മയുണ്ട്, പിന്നെ ചിറ്റയുണ്ട്, പേരമ്മമാരുണ്ട്, ഒരുപാട് മുത്തശ്ശിമാരുണ്ട്, പിന്നെ ഞങ്ങളുടെ അമ്മയുണ്ട്, ഞങ്ങളുണ്ട്. എല്ലാവരും കൂടെ ഒരു രസമായിരുന്നു. പിന്നെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെ തന്നെ കറുപ്പും വെള്ളയുള്ള ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പിടിച്ച് നിർത്തി ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര പാടാണ് കേട്ടോ ഇവരെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിർത്തി ഒരു ഫോട്ടോ എടുക്കാൻ.
അതുകൊണ്ടൊരു ഫോട്ടോ എടുക്കാൻ വിളിച്ച എല്ലാരും കറുപ്പും വെളുപ്പും പുറകിലൊരു ചെറിയ തല മാത്രം കാണുന്നില്ല. അത് വായിച്ചിട്ട് ഇനിയിപ്പോ അത് കണ്ടിട്ട് ഇവരൊക്കെ എന്നെ കുറ്റം പറയാം. അങ്ങനല്ലേ ഫോട്ടോ എടുക്കുന്നത്, ഇങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോ എടുത്ത് ശരി, അവിടെ അടി കിടക്കുന്നേ, അവിടെ അടി കിടക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കൂടെ കൂടിയിരുന്ന് വട്ടത്തിരുന്ന് അരിയുവാണെന്ന് കണ്ടോ. നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുവാണേ. പിള്ളേരെല്ലാം ഒരു സൈഡിൽ കളിക്കുന്നു, അമ്മമാരെല്ലാവരും ഒരിടത്തിരുന്ന് സംസാരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ അവർ താമസിക്കുന്ന ചെറിയ ഒരു മുറി, അടുക്കള. ഇവിടെയാണ് പാചകമെല്ലാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് ചേട്ടൻ കേട്ടോ, സുനിയേട്ടൻ, നമ്മുടെ നന്ദൂസിൻ്റെ പേരപ്പൻ. അപ്പോൾ ചേട്ടൻ 4 മണിക്കുള്ള മുളക് ബജി ഉണ്ടാക്കാൻ പോവാണേ. ചേട്ടാ ചേട്ടനും ചേച്ചിയും കൂടെ അവിടെ ഒരു സൈഡിൽ മുളക് ബജിയാക്കുന്നു. ഇവിടെ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് അതെല്ലാം വഴറ്റി വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചോറും കൂടെ അതിനകത്തോട്ടിട്ട് ഇളക്കി കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, സവാള ഇതെല്ലാം വറുത്ത് അതിൻ്റെ മുകളിലിട്ട് നല്ല മല്ലിയിലയൊക്കെ തൂകി നല്ല സൂപ്പറായിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡിയായി. എല്ലാവരും കൂടെ ചേർന്ന് പെട്ടെന്നാണ് ഇത് തയ്യാറാക്കിയത് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ഇതിനുള്ള തുടക്കം ആയതേ ഉള്ളായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ എല്ലാം തയ്യാറാക്കി എടുത്തു. ബിന്ദുവും ചേർന്ന് അവർ രണ്ടുപേരും കൂടെ ഓരോ സൈഡിൽ നിന്നായിട്ട് ഇളക്കി അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നല്ലോണം ഇളക്കി ഇടണമല്ലോ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കറിക്ക് വേണ്ടിയിട്ടുള്ള അത് ഒരു സൈഡിലായിക്കൊണ്ടിരിക്കുന്നു. ക്യാരറ്റ്, സവാള, കിഴങ്ങ്, ബീൻസ്, പച്ചമുളക്, കോളിഫ്ലവർ എല്ലാം കൂടെ വേവിച്ചെടുക്കുന്നു. ഇവിടെ സുനിയേട്ടൻ നല്ല സൂപ്പർ മുളക് ബജിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ആ കറിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? നല്ല കറിയായിരുന്നു കേട്ടോ. അത് പറഞ്ഞെങ്കിലേ അത് അറിയുള്ളായിരുന്നു. ഈ കടലമാവുണ്ടല്ലോ, ഈ മുളക് ബജി വറുത്തത് എല്ലാവരും മുളകും അതിൻ്റെ ബാക്കി കഷ്ണങ്ങളും ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കുറേ ഈ കൊത്തുകൾ മാത്രമായിട്ട് വരുമല്ലോ, ആ വേവിച്ച് വറുത്തെടുത്ത ആ സാധനം. അപ്പോൾ അതും കൂടെ ഈ കറിക്കകത്ത് ചേർത്തിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു. പക്ഷേ അത് പറഞ്ഞത് കൊണ്ടാണ് അറിഞ്ഞത്, വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അത് മനസ്സിലായിക്കോളും. അതാണ് ആ കറിയുടെ ഒരു പ്രത്യേകതയായിരുന്നത് കേട്ടോ. അത് ഞാൻ ഇവിടെ വന്നിട്ട് അതുണ്ടാക്കാനായിട്ട് ഒരു ദിവസം മുളക് ബജി ഉണ്ടാക്കി ആ കറി വെച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നേ. ഇത് പിള്ളേരുടെ ഡാൻസ്, നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് പാട്ട് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ എനിക്ക് അവരുടെ കളി മാറ്റാനും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ആ കളി അങ്ങനെ തന്നെ മ്യൂട്ട് ചെയ്താണേലും ഇടുവാണ്. നമുക്ക് പാട്ടും കൂടെ ഇടാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നല്ല ഭംഗിയായിട്ട് അവർ കളിച്ചു കേട്ടോ. കുറേ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന ഒരു രസം. വേറെ ആർക്കും അങ്ങനെ എല്ലാവർക്കും മടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് മടിയൊന്നും ഇല്ലാതെ വന്ന് കളിച്ചു. ആദ്യം 2 പേരെ ഉള്ളായിരുന്നെങ്കിലും പിന്നീട് അവർ പോയി ബാക്കി മടിച്ചിരിക്കുന്നവരെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ മടിച്ചിരുന്നാൽ കൊള്ളത്തില്ലല്ലോ, ഞങ്ങൾ മാത്രം കുറേ നേരമായി കിടന്ന് കളിക്കുന്നെന്ന് പറഞ്ഞ് കണ്ടോ പോയി. പിന്നെ അവർ ആദ്യമൊക്കെ മടിച്ചെങ്കിലും പിന്നെ എല്ലാവരും കൂടെ വന്നു. അതൊരു രസമായിരുന്നു. കഷ്ടമായിപ്പോയി. പാട്ടും കൂടെ ഇടാൻ പറ്റുമായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. നോക്കട്ടെ, ഷോർട്സ് ആയിട്ടെങ്ങാനും ഇടാം. ഇവരെ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ, യൂട്യൂബിലിടും ഞാനെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ പക്ഷേ അവർക്ക് അറിയത്തില്ലായിരുന്നു പാട്ടെനിക്ക് ഇടാൻ പറ്റത്തില്ല എന്നുള്ളത്. പിന്നെ ഞാൻ ഷോർട്സ് ആക്കി ഇടാം. അങ്ങനെ കണ്ടോ, അതുകൊണ്ടാണ് അവർ അത്രയും നല്ല സൂപ്പറായിട്ട് എല്ലാ പിള്ളേരും കൂടെ. അതുകൊണ്ടാണ് ഇനി ബാക്കിയുള്ള പിള്ളേർക്കും മടി കേട്ടോ. അവർക്ക് യൂട്യൂബിലൊക്കെ വരാനും വീഡിയോ എടുക്കാനും ഒക്കെ അവർക്ക് ഭയങ്കര മടിയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരും കൂടെ നല്ല സൂപ്പറായിട്ട് കളിച്ചേനെ. കാര്യം അവരങ്ങനെ മാറിയിരിക്കുന്ന കൊച്ചുങ്ങളൊന്നും അല്ല. പക്ഷേ അവർക്ക് ഈ യൂട്യൂബിലിടുന്ന ഒരു മടിയുള്ളത് കൊണ്ടാണ് അവർ കളിക്കാഞ്ഞത്. പക്ഷേ ഇവർക്ക് 2 പേർക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ കൊച്ചുങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉള്ള നല്ല അടിപൊളി പരിപാടി. നമ്മുടെ നന്ദൂസും അവൻ്റെ ചേട്ടനും ഇറങ്ങാത്ത എന്താണെന്നറിയാം, അവർക്കും ഭയങ്കര മടിയാണ്. നന്ദൂസാണെങ്കിൽ ഇപ്പം വീഡിയോ എടുക്കാനും ഒന്നും അവനിപ്പോൾ സമയമില്ല. അവൻ ഭയങ്കര തിരക്ക് പിടിച്ച മനുഷ്യനായിട്ട് മാറിയേക്കുവാണ്. അതുകൊണ്ട് അവനിപ്പോൾ മടിയാണ്. അങ്ങനെ വരാതെ ആയി ഇപ്പോൾ അവന് വീഡിയോയ്ക്ക് മുന്നിൽ വരാനും മടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറിയൊക്കെ ആയി, ഫ്രൈഡ് റൈസായി. ഇവിടെ സലാഡിന് വേണ്ടി ബിന്ദു കണ്ട് കുനുകുനാന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ചേച്ചിയുടെ നാത്തൂനാണ്.
കണ്ടോ അവർ രണ്ടുപേരും കൂടെ വീഡിയോ എടുക്കുമ്പോൾ കണ്ടോ വീഡിയോ എടുക്കുന്നതെന്ന് കണ്ടതുകൊണ്ട് സൂപ്പറായിട്ട് അവിടെ ഒന്നും കൂടെ എടുത്തോ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞ് ആ ചേച്ചി അരിഞ്ഞുകൊണ്ട് എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുവാണേ. കണ്ടോ നമ്മുടെ ഫ്രൈഡ് റൈസായി. ഞാൻ പറഞ്ഞില്ലേ മുന്തിരി അണ്ടിപ്പരിപ്പും സവാളയും എല്ലാം വറുത്ത് അതിൻ്റെ മുകളിലിട്ട് ഇനിയിപ്പോൾ നിറച്ചും മല്ലിയിലയും കൂടെ അങ്ങോട്ട് തൂവി കൊടുക്കും. നല്ല സൂപ്പർ ഫ്രൈഡ് റൈസായിരുന്നു. എത്ര പറഞ്ഞാലും മതിയാവാത്ത അത്രയും ടേസ്റ്റ് ഉള്ളത് കൊണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബിന്ദു ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് അവൾ വീണ്ടും ക്യാരറ്റും കൊണ്ട് വന്നിരിക്കുവാണേ. എല്ലാവരും കൂടെ ഒരു രസം അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് കാറ്ററിങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്നാവുകയും കിട്ടണ്ടേ. അപ്പോൾ എല്ലാവരും കൂടെ ഉത്സാഹിച്ചപ്പോൾ പെട്ടെന്നായി. പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ജോലി ചെയ്യുന്നവരുടെ ഇടയ്ക്ക് ഇന്ന് തമാശയും കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് സമയം പോകുന്നതും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അമ്മയും നന്ദൂസിൻ്റെ അച്ഛമ്മയും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. പിള്ളേരെല്ലാവരും എവിടെ നോക്കിയാലും ഈ പിള്ളേർ അതിനിടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടേ അവർക്ക് ഭയങ്കര ഒരു രസവും സന്തോഷവും ഒക്കെ ആയിരുന്നു. പിന്നെ നാളത്തേക്ക് പിറ്റേ ദിവസത്തേക്കുള്ള പാല് കാച്ചുന്നതിനുള്ള അടുപ്പും കലവും എല്ലാം ഇവിടെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചേക്കുവാണ്. ഇവിടെ നന്ദൂസ് ഓരോ മുറിയുടെയും വീഡിയോ ഒക്കെ എടുക്കുന്നു. അതോ വീഡിയോ കോൾ ചെയ്യുവാണെന്ന് തോന്നുന്നു. ആരെയും വിളിച്ച് വീഡിയോ കോൾ ചെയ്യുവാണെന്ന് തോന്നുന്നു. ഏതായാലും അങ്ങനെ ഞാനും അവൻ്റെ പുറകെ കൂടി. ഇഷ്ടം പോലെ മുറികളുണ്ട് കേട്ടോ. പുതിയ വീട്ടിൽ നിന്ന് പഴയ വീട്ടിലോട്ട് അതും ചേർത്ത് യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൂടെ ഇപ്പുറത്ത് വരാം. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ നല്ല തണുപ്പുള്ള എല്ലാം 4 ചുവരുകളും തടിയാണ് അതിൻ്റെ എല്ലാം അങ്ങോട്ടുള്ളതെല്ലാം. പിന്നെ അവൻ ഇങ്ങനെ ഓരോ മുറിയായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മുകളിലത്തെ നിലയിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മുകളിലോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ താഴെ ഒരു ഭയങ്കര ബഹളം കേട്ടു കേട്ടോ. അങ്ങനെ അതെന്തോ ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിങ്ങനെ ഓരോ മുറിയായിട്ട് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ അപ്പോഴാണ് താഴെ ഒരു ബഹളം കേട്ടത്. അതെന്തോ ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നുകൂടെ ആർക്ക് വിളിക്കാം. ഫ്രൈഡ് റൈസ് ആയതിൻ്റെ സന്തോഷം. ഫ്രൈഡ് റൈസ് ആയതിൻ്റെ സന്തോഷം. അത്താഴം തുടങ്ങാൻ പോണെന്നുള്ള അറിയിപ്പ്. ഒന്നൂടെ അപ്പോൾ ഇനി നമുക്ക് ആഹാരം കഴിക്കാനുള്ള സമയമാണ്. എല്ലാം റെഡിയാക്കി പിള്ളേരെല്ലാം കൂടെ ചേർന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഒരു സൂപ്പർ നാരങ്ങാക്കറി ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ആ ചേട്ടൻ ഉണ്ടാക്കിയതാണ്. നല്ല ഒരു ശകലം പോലും കയ്പുമില്ല പുളിയില്ല ഒന്നുമില്ല. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു നാരങ്ങാക്കറിയായിരുന്നു അത്. വീഡിയോ എടുക്കുന്ന കണ്ടോണ്ട് അതിൻ്റെ അറ്റത്തോട്ടൊന്ന് പിടിച്ചാണോ? ഏടാ അപ്പു വീഡിയോ എടുക്കുന്ന കണ്ടോണ്ടോ ഒന്ന് പിടിച്ചേക്കാന്ന് വെച്ചാണോ? കൊള്ളാം കൊള്ളാം.
പൊട്ടിച്ചോ? ഫാൻ ഗിഫ്റ്റ് കൊടുത്ത ആളും വാങ്ങിച്ച ആളൊക്കെ കൂടെ അവിടെ ഫോട്ടോ സ്ട്രീമിങ് ഇങ്ങോട്ട് എന്തിനാ ഇനി അത് പൊട്ടിച്ചിട്ട് ഫിറ്റ് ചെയ്യാന്ന് അറിയത്തില്ല, അങ്ങനെ ഇരുന്നാ മതി. ഇത് ഒഴിച്ചാണോ? ഒഴിച്ചില്ലല്ലേ? ഞാൻ എവനോട് എടാ ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ ഞങ്ങൾ അത്താഴമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്നു. നന്ദൂസും അമ്മയും അച്ഛനും ചേട്ടനും ഞങ്ങളുടെ അമ്മയൊക്കെ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ ജയചേച്ചിക്ക് സുനിയേട്ടൻ്റെ അമ്മയ്ക്കും കണ്ണനും ഉമ്മക്കുട്ടിക്കൊക്കെ എല്ലാ ഐശ്വര്യങ്ങളും ഗുരുവായൂരപ്പൻ നൽകട്ടെ. ഒരുപാട് നാൾ സന്തോഷത്തോടെ ഈ വീട്ടിൽ താമസിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.